പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടക്കാല വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ച് അമേരിക്കയും ഇറാനും. ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി വേഴ്സായ് കൊട്ടാരത്തിൽ നടന്ന അത്താഴ വിരുന്നിനിടെയാണ് ട്രംപ് കരാറിൽ ഒപ്പുവെച്ചത്. ഇറാൻ വിജയക്കൊടി പാറിച്ചതാണ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖലീബാഫിന്റെ പ്രതികരണം. یه وقتی بحث شد اون موقع من یک جمله‌ای گفتم من با مذاکره مخالف نیستم، موافقم، ولی توجه کنیم با کدوم مذاکره من موافقم؟ با مذاکره‌ای که خودش یک شیوه مبارزه باشه. فرق این دوره مذاکره با دوره‌های قبلی در این هست که این علم پیروزی میدان که دشمنان ما هم گفتن و دوستان ما هم دیدن، ملت ما هم یه عظمت رو دیدن که نیروهای مسلح ما با اینکه واقعا کم منفعت قلیله بودن نسبت به این دشمن. Mr. President, please, just one question for French TV and the Iran deal. Just one question, please. You signed the deal? You signed the deal? The MOU? It's signed, yeah. We signed? We signed it in Versailles. Why did you sign it? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വി ആർ കാർത്തിക് ഉണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. കാർത്തിക്, ഇതൊരു പൂർണ്ണ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ മാറുകയാണോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ധാരണാപത്രം മാത്രമാണോ അതോ ഇത് മൊത്തത്തിൽ ആയിട്ട് നമുക്ക് കണക്കാക്കണോ എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസവും ട്രംപ് പറഞ്ഞിരുന്നു ഇറാൻ ഇനിയും ആക്രമണം നടത്തിയാൽ നമ്മൾ തിരിച്ചടിക്കുമെന്നുള്ള രീതിയിൽ. ഹരി, ലോകം ഏറെ ആകാംക്ഷയോടെ 100 ദിവസത്തിലധികം ആയി കാത്തിരിക്കുന്ന ആ സമാധാന കരാർ ഒടുവിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. നിശ്ചയിച്ചതിലും ഒരു ദിവസം നേരത്തെയാണ് സമാധാന കരാറിൽ ഒപ്പുവെച്ചത് എന്നത് ശ്രദ്ധേയമാണ്. G7 ഉച്ചകോടിയുടെ ഭാഗമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വേഴ്സേഴ്സ് കൊട്ടാരത്തിൽ നടത്തിയ അത്താഴ വിരുന്ന്, ആ അത്താഴ വിരുന്നിന് ശേഷമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ ഒപ്പുവെച്ചത്, അതിൻ്റെ ഹാർഡ് കോപ്പിയിൽ ഒപ്പുവെച്ചത്. ഇത് ട്രംപ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഒപ്പം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത്. ഇത് ഒപ്പുവെച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ചിത്രം ഇറാനും പുറത്തുവിടുകയും ചെയ്തു. എന്തായാലും ഏറെ ആകാംക്ഷയോടെ ലോകം കാത്തിരുന്ന ആ കരാർ അങ്ങനെ യാഥാർത്ഥ്യമായിരിക്കുന്നു. വലിയ തോതിൽ നാശനഷ്ടങ്ങൾ വരുത്തിയ ഒരു യുദ്ധത്തിന് താൽക്കാലികമായെങ്കിലും വിരാമമാകും എന്ന് ആശ്വസിക്കാം. നമുക്കറിയാം 14 ഇന നിർദ്ദേശങ്ങൾ ഉൾപ്പെട്ട സമാധാന കരാറാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. സമാധാന കരാറിൻ്റെ ഔദ്യോഗിക വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എങ്കിൽ കൂടിയും അതിൽ ഏറ്റവും ആദ്യം നടപ്പാക്കാൻ പോകുന്നത് ഹോർമൂസ് പൂർണ്ണമായും തുറക്കുക എന്നതാണ്. ഹോർമൂസ് പൂർണ്ണമായും തുറക്കും. ലോകത്തെ ഊർജ്ജ പ്രതിസന്ധിക്ക് അത് വലിയ തോതിൽ ആശ്വാസമാകും. ഹോർമൂസ് തുറക്കുന്നതോടെ അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധവും പിൻവലിച്ചു തുടങ്ങും. ഇതോടുകൂടി നിലവിലെ പ്രതിസന്ധിക്ക് വലിയ തോതിൽ അയവ് വരികയും ചെയ്യും. നമുക്കറിയാം ദിശ കപ്പൽ അത് ജൂൺ 15-ന് ഹോർമൂസിൽ നിന്ന് പുറപ്പെട്ടതാണ്. അതും ഇന്ന് ഗുജറാത്ത് തീരത്തേക്ക് എത്തിച്ചേരും. അത്തരത്തിൽ ലോകത്തിന് തന്നെ ഊർജ്ജ പ്രതിസന്ധിയിൽ വലിയ തോതിൽ സാമ്പത്തിക ഊർജ്ജ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ കരാറ് ഒടുവിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിരിക്കുന്നു. 14 നിർദ്ദേശങ്ങൾ, അതിൽ ഹോർമൂസ് തുറക്കുന്നു. അതിനുശേഷം കപ്പൽ സമുദ്രപാതയിലുള്ള US ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കുന്നു. അതിന് പിന്നാലെ ഇറാന് നേരത്തെ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങൾ, സാമ്പത്തിക ഉപരോധങ്ങൾ അടക്കം ഘട്ടം ഘട്ടമായി പിൻവലിക്കുക, അതടക്കമുള്ള കാര്യങ്ങളാണ് നടപ്പാവേണ്ടത്. 60 ദിവസം അത് സംബന്ധിച്ച ചർച്ചകൾ വിവിധ തലങ്ങളിൽ നടക്കും. എന്തായാലും 60 ദിവസം ഹോർമൂസിലൂടെയുള്ള സമുദ്ര ഗതാഗതത്തിന് ടോൾ പിരിവ് ഉണ്ടാകില്ല. അതിനുശേഷം എങ്ങനെയാണ് ക്രമീകരണം എന്നത് ചർച്ചകളിലൂടെ തീരുമാനിക്കും. ടോൾ ഉണ്ടാകുമോ എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഒമാനും ഇറാനും അതോടൊപ്പം തന്നെ അമേരിക്കൻ നയതന്ത്ര പ്രതിനിധികളും അടക്കമുള്ളവരുടെ ചർച്ചയിലായിരിക്കും ടോളിൻ്റെ കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനം വരിക. ടോൾ ഉണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. എന്തായാലും എല്ലാ മേഖലയിലും, ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലയിലും ഉള്ള സൈനിക നടപടികൾ അവസാനിപ്പിച്ചുകൊണ്ടുള്ള വ്യവസ്ഥകളാണ് ഈ കരാറിൽ ഉള്ളത്. അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്ന് കണ്ടറിയണം. എന്തായാലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ട പ്രതികരണം വന്നിരിക്കുന്നു. അത് ഇറാൻ പാർലമെന്റ് സ്പീക്കർ നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഈ പ്രതികരണം വന്നിരിക്കുന്നത്. അതിൽ ഇറാൻ വ്യക്തമാക്കുന്നത് ഇറാൻ
വിജയക്കൊടി പാറിച്ചിരിക്കുന്നു എന്നാണ്. പലതരത്തിലുള്ള അവലോകനങ്ങൾ നോക്കുമ്പോൾ അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങളായി ചൂണ്ടിക്കാട്ടിയ ആവശ്യങ്ങളൊന്നും നേടിയെടുക്കാതെയാണ് ഈ സമാധാന കരാറിൽ ഒപ്പിട്ടത് എന്നതും ശ്രദ്ധേയമാണ്. അതിൽ ഏറ്റവും പ്രധാനം റെജീം ചേഞ്ച് ആയിരുന്നു. അതവർക്ക് നടപ്പാക്കാൻ സാധിച്ചില്ല. അയത്തുള്ള അലി ഖമനയെ കൊലപ്പെടുത്താൻ സാധിച്ചുവെങ്കിലും ഒരു ഭരണമാറ്റം സാധ്യമായില്ല. മാത്രമല്ല, സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ കാര്യത്തിലും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല എന്ന വ്യവസ്ഥ ഈ കരാറിലുണ്ട്. അത് പക്ഷേ ഇറാൻ നേരത്തെ തന്നെ ആ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതുമാണ്. അങ്ങനെ ഇറാൻ വലിയ തോതിൽ വിജയം അവകാശപ്പെടുന്ന കരാർ. ഒപ്പം ട്രംപ് ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നു. ഈ കരാറുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ലംഘനങ്ങൾ ഉണ്ടായാൽ വീണ്ടും ശക്തമായ ആക്രമണം, ഇറാനുമേൽ നരകമഴ പെയ്യും എന്നായിരുന്നു മണിക്കൂറുകൾക്ക് മുൻപ് ട്രംപ് നടത്തിയ പ്രതികരണം. അതിനുശേഷമാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഒരുക്കിയ അത്താഴ വിരുന്നിനിടെ കൊട്ടാരത്തിൽ ട്രംപ് ഈ സമാധാന കരാറിൻ്റെ ഹാർഡ് കോപ്പിയിൽ ഒപ്പിട്ടതും എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും പശ്ചിമേഷ്യൻ യുദ്ധം 100 ദിവസത്തിലധികമായി ലോകം കാത്തിരുന്ന ആ സമാധാന കരാറിൽ ഇറാനും US ഒപ്പുവച്ചിരിക്കുന്നു. ഹരി, 100 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം അതും കഴിഞ്ഞുപോയി. അതിൻ്റെ ഒരു ധാരണാപത്രം ആണ് നിലവിൽ ഒപ്പുവച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. VR കാർത്തിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ മോദിക്ക് നിർണായക സ്വാധീനമുണ്ട്. അമേരിക്കയിൽ ഇന്ത്യ നടത്തുന്ന നിക്ഷേപങ്ങൾ പ്രശംസനീയമാണ്. ഇന്ത്യ ആരെങ്കിലും ആക്രമിക്കാൻ തുനിഞ്ഞാൽ ഇന്ത്യക്കൊപ്പം ഉണ്ടാകും. ഹോർമുസിൽ ഇന്ത്യൻ നാവികർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന ആവശ്യമായിരുന്നു മോദി മുന്നോട്ട് വെച്ചത്. ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടെയായിരുന്നു ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച.